ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ ഹാസ് ബീൻ, ഹാവ് ബീൻ, ഹാഡ് ബീൻ ഇതെവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ പേപ്പർ പെന്നൊക്കെ ആയിട്ട് റെഡി ആയിക്കോളൂ കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഹാസ് ബീനും ഹാവ് ബീനും നോക്കാം. നിങ്ങളെ ഞാനൊരു കാര്യം പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഹാസ് എവിടെ ഉപയോഗിക്കണം, ഹാവ് എവിടെ ഉപയോഗിക്കണം എന്നല്ലേ. അപ്പോൾ അത് ഓർത്തിരിക്കണം. പിന്നെ ഹാസ് എവിടെയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹീ, ഷീ, ഇറ്റ്, അതേപോലെ സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റിൻ്റെ കൂടെയും ഹാസ് ഉപയോഗിക്കാം. ഹാവോ, ഐ, യു, വി, ദേ, അതേപോലെ പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെയും ഹാവ് ഉപയോഗിക്കാം. അപ്പോൾ ഈ സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒരാൾ, ഒന്ന്. പ്ലൂറൽ എന്ന് പറഞ്ഞാൽ രണ്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ. അപ്പം നിങ്ങൾ ചോദിക്കും പ്ലൂറൽ എന്ന് പറയുമ്പോൾ അതിൽ ഐ, യു വന്നല്ലോ എന്ന്. ഐ, യു എന്ന് പറഞ്ഞാൽ ഒരാളുള്ളൂ എങ്കിൽ പോലും പ്ലൂറൽ ആയിട്ടാണ് കാണുന്നത്. പ്ലൂറലിൻ്റെ നിയമങ്ങളാണ് അതിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇവിടെ ഹാസ് ബീൻ, ഹാവ് ബീൻ എന്നൊക്കെ പറയുമ്പോൾ ഏത് ടെൻസ് ആണെന്നറിയാമോ? അതിനെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയും. ഏതാണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ എന്താണ് ഈ സംഭവം നോക്കാം. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഐ, യു, വി, ദേ ആണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഒരു സബ്ജക്റ്റ് എങ്കിൽ അതിൻ്റെ കൂടെ ഹാവ് ബീൻ. ഹീ, ഷീ, ഇറ്റ് ആണെങ്കിൽ ഹാസ് ബീൻ. അപ്പോൾ നമ്മൾ അത് ഏതാണെന്ന് നോക്കിയിട്ടാണ് ഹാവും ഹാസും ഉപയോഗിക്കണേ. സെയിം പേർപ്പസ് ആണ് ഇവരുടെ. പക്ഷേ ഏതാണ് സബ്ജക്റ്റ് എന്നുള്ളത് നോക്കിയിട്ടാണ് ഈ ഹാവും ഹാസും ഉപയോഗിക്കുന്നത്. അത് ഓർക്കുക കേട്ടോ. ഇനി ശ്രദ്ധിച്ചേ, എന്താ യൂസ്? എന്താ? ടു ഡിസ്ക്രൈബ് an action that started in the past and is still continuing now or just finished. എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി അത് പാസ്റ്റിൽ, അതായത് കുറേ നേരം മുമ്പ് തുടങ്ങി, അല്ലെങ്കിൽ കുറേ നാൾ മുമ്പ്, അല്ലെങ്കിൽ കുറേ വർഷം മുമ്പ് തുടങ്ങിയ ഒരു പ്രവൃത്തി. ഓക്കെ, ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനെയാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയാം. കുറേ നാൾ മുമ്പ് അല്ലെങ്കിൽ പാസ്റ്റ് എപ്പോഴോ ചെയ്ത് തുടങ്ങിയൊരു പ്രവൃത്തി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്നാണെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് ചെയ്ത് തീർന്നു എന്നാണെങ്കിൽ അവിടെയാണ് ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ ഉപയോഗിക്കേണ്ടത്. നോക്കിക്കേ, ഹാസ് ബീൻ ഞാൻ പറഞ്ഞതാണ്, യൂസ്ഡ് വിത്ത് ഹീ, ഷീ, ഇറ്റ് ഓർ സിംഗുലർ നൗൺസിൻ്റെ കൂടെ ഹാസ് ബീൻ. എക്സാമ്പിൾ നോക്കിയേ, ഷീ ഹാസ് ബീൻ സ്റ്റഡിങ് ഓൾ ഡേ. അവൾ ഓൾ ഡേ, ഡേ ഫുള്ളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഡേയിൽ എപ്പോഴോ നേരത്തെ പഠനം തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ. കണ്ടോ? അപ്പോൾ ഷീയുടെ കൂടെ ഹാവ് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, ഹാസേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവിടെ നമ്മൾ ഷീ ഹാസ് ബീൻ സ്റ്റഡിങ് ഓൾ ഡേ എന്ന് പറഞ്ഞത്. അടുത്തത് നോക്കിയേ, മൈ ക്യാറ്റ്. ക്യാറ്റ് എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്, ഒരു പൂച്ച, എൻ്റെ പൂച്ച ഒന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടും ഹാസ് ഉപയോഗിക്കാം. മൈ ക്യാറ്റ് ഹാസ് ബീൻ സ്ലീപ്പിംഗ് സിൻസ് മോർണിംഗ്. മോർണിംഗ് മുതലേ എൻ്റെ പൂച്ച ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അടുത്തത് നോക്കിയേ, ദ കമ്പ്യൂട്ടർ ഹാസ് ബീൻ റണ്ണിങ് സ്ലോ ലേറ്റ്ലി. അതായത് കമ്പ്യൂട്ടർ എങ്ങനെയാണ് വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്? സ്ലോ ആയിട്ടാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ? കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ് സബ്ജക്റ്റ്, അതുകൊണ്ടാണ് അവിടെ ഹാസ് ബീൻ എന്ന് വന്നത്. അപ്പം മനസ്സിലായോ? നമ്മൾ പാസ്റ്റിൽ തുടങ്ങിയൊരു കാര്യം ഇപ്പോഴും അതേപോലെ തന്നെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ. ഇവിടെ നോക്കിക്കേ, ഹാവ് ബീൻ്റെ കൃത്യമായിട്ട് എടുത്ത എക്സാമ്പിൾസ് പറഞ്ഞുതരാം. ഐ, യു, വി, ദേ അല്ലെങ്കിൽ പ്ലൂറൽ നൗൺസിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുക. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഓൺ മൈ പ്രൊജക്റ്റ്. ഞാൻ എൻ്റെ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും ചെയ്യാണ്. ദേ ഹാവ് ബീൻ പ്ലേയിങ് ഫോർ അവേഴ്സ്. അവർ കുറേ മണിക്കൂറുകളായിട്ട് പ്ലേയിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യു ഹാവ് ബീൻ ഡൂയിങ് ഗ്രേറ്റ്. നീ എന്താ നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. യു ഹാവ് ബീൻ ഡൂയിങ് ഗ്രേറ്റ്. നന്നായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ? അപ്പോൾ ഇവിടെ എന്താണ്? ഹാവ് ബീൻ ആണ് ഉപയോഗിക്കുക. ഇനി നോക്കിയേ, ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഇഫ് ദ ആക്ഷൻ ഇസ് സ്റ്റിൽ ഹാപ്പനിങ് ഓർ ഓൺലി റീസെൻ്റ്ലി സ്റ്റോപ്ഡ്, യൂസ് ഹാവ് ബീൻ ഓർ ഹാസ് ബീൻ. അതായത് ആക്ഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ജസ്റ്റ് നിർത്തി എന്നാണെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് ബീൻ ഉപയോഗിക്കാം. ഇത് ഓർത്തിരുന്നാൽ മതി. നെക്സ്റ്റ് വൺ, ഹാഡ് ബീനിനെ കുറിച്ച് പറയാം. ഈ നമ്മൾ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ എന്ത് ടെൻസ് എന്നാണ് വിളിച്ചത്?
പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനിയും ഹാഡ് ബീൻ എന്താണെന്ന് അറിയാമോ? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇതെപ്പോഴും ഉപയോഗിക്കുക? ടു ഡിസ്ക്രൈബ് ആൻ ആക്ഷൻ ദറ്റ് വാസ് ഹാപ്പനിങ് ബിഫോർ അനദർ പാസ്റ്റ് ആക്ഷൻ. ഒരു പാസ്റ്റിൽ നടന്ന കാര്യം ഓർക്കുക നിങ്ങൾ. ഒരു കഴിഞ്ഞു പോയ, അതായത് നടന്നു കഴിഞ്ഞൊരു കാര്യം ഓർക്ക്. അതിൽ മുമ്പേ ഒരു ആക്ഷൻ ചെയ്തിരുന്നു. അപ്പോൾ എത്ര പാസ്റ്റ് വന്നു? 2 പാസ്റ്റ്. അതായത് ഒരു പാസ്റ്റിലെ കാര്യം, ആ കാര്യം വരുന്നതിനൊക്കെ മുമ്പ് ഒരു പാസ്റ്റിലൊരു കാര്യം നടന്നിട്ടുണ്ട്. അപ്പോൾ 2 പാസ്റ്റിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അവിടെയാണ് ഹാഡ് ബീൻ വരിക. നോക്കിയേ എക്സാമ്പിൾസ്. ഷീ ഹാഡ് ബീൻ ക്രൈയിങ് ബിഫോർ ഐ കോൾഡ് ഹെർ. ഞാൻ വിളിക്കുന്നതിന് മുൻപേ അവൾ കരയുകയായിരുന്നു. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്? ഞാൻ വിളിച്ചു എന്ന് പറയുന്ന കാര്യം കഴിഞ്ഞു, അതിന് മുമ്പ് അവർ കരയാണെന്നുള്ള കാര്യം കഴിഞ്ഞിട്ടുണ്ടോ? 2 പാസ്റ്റ് വന്നതുണ്ടോ? വേറെ നോക്കിയേ. വി ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ എൻ അവർ വെൻ ദ ട്രെയിൻ ഫൈനലി കെയിം. ട്രെയിൻ ഫൈനലി വന്നു, അതിന് മുമ്പ് ഞങ്ങൾ 1 മണിക്കൂറായിട്ട് കാത്തു നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ട്രെയിൻ വന്നു എന്നുള്ളത് പാസ്റ്റിലാക്കി പറഞ്ഞിട്ടുണ്ട്. കെയിം കണ്ടോ, വന്നു. ട്രെയിൻ വരാണ് അല്ലെങ്കിൽ വരുമെന്നൊന്നുമല്ല, കെയിം V2 ആണ് പാസ്റ്റ്. അതിനു മുമ്പ് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ 2 പാസ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. ഐ ഹാഡ് ബീൻ ഫീലിംഗ് ടയേർഡ് സോ ഐ വെൻറ്റ് ടു ബെഡ് ഏർലി. അപ്പോൾ ഞാൻ ബെഡിലേക്ക് നേരത്തെ കിടക്കാൻ പോയി എന്നുള്ളതും സംഭവിച്ചു, അതിന് മുമ്പ് ഞാൻ ടയേർഡായിരുന്നു എന്നുള്ളതും സംഭവിച്ചുണ്ടോ? അപ്പോൾ 2 പാസ്റ്റ് ടെൻസ് ആണെന്നാണെങ്കിൽ അവിടെയാണ് നമ്മൾ ഹാഡ് ബീൻ ഉപയോഗിക്കുക. ഒരു കാര്യം ഓർക്കുക, ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ്, സിംഗുലർ സബ്ജക്റ്റ്, പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ ഒക്കെ കൂടെ ഇത് ഉപയോഗിക്കും, ഹാഡ് ബീൻ ഉപയോഗിക്കും. ഇനി ടിപ്പ് നോക്കിയേ. ഇഫ് ദ ആക്ഷൻ ഇസ് കംപ്ലീറ്റ്ലി ഇൻ ദ പാസ്റ്റ്, ആക്ഷൻ പാസ്റ്റിലാണ്, കഴിഞ്ഞു പോയ ആക്ഷൻ ആയിരിക്കണം എന്തായാലും, ആൻഡ് ഹാപ്പൻഡ് ബിഫോർ സംതിങ് എൽസ്. അതേപോലെ തന്നെ ആ ആക്ഷൻ വേറെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതിനൊക്കെ മുമ്പ് അല്ലെങ്കിൽ വേറൊരു ആക്ഷന് തൊട്ട് മുമ്പ് നടന്നേക്കുന്നതായിരിക്കണം. അവിടെയാണ് ഹാഡ് ബീൻ ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഒരു കമ്പാരിസൺ ചാർട്ട് നോക്കിയേ. ഐ, യു, വി, ദയുടെ കൂടെ ഹാവ് ബീൻ ആണ് ഇപ്പോഴും പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഒരു പാസ്റ്റിലെ സംഭവം പറയുന്നതാണ്, അല്ലെങ്കിൽ പാസ്റ്റിന് ഒരു സംഭവം നടന്നു, അതിൽ തൊട്ട് മുമ്പ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം പറയാനായിട്ടാണെന്നാണെങ്കിൽ അവിടെ ഏതാണ്? ഹാഡ് ബീൻ. പിന്നെ നോക്കിയാൽ ഹീ, ഷീറ്റിൻ്റെ കൂടെ ഹാസ് ബീൻ, അത് പാസ്റ്റിൽ നടന്നാകുമ്പോൾ ഹാഡ് ബീൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ. ഷീ ഹാസ് ബീൻ റീഡിങ്, അതായത് അവൾ കുറേ നേരമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷീ ഹാഡ് ബീൻ റീഡിങ് ബിഫോർ ഡിന്നർ എന്ന് പറഞ്ഞാൽ ഡിന്നറിന് മുമ്പ് അവൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടോ, 2 കാര്യങ്ങളും പാസ്റ്റാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് മിസ്റ്റേക്സ്, നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ പറയാം. ഷീ ഹാവ് ബീൻ എന്ന് പറയുമോ? ഇല്ല, ഒരിക്കലും ഷീയുടെ കൂടെ ഹാവ് വരില്ല, ഹാസ് ആണ് വരുള്ളൂ. അപ്പോൾ ഷീ ഹാസ് ബീൻ വർക്കിംഗ് എന്ന് പറയുന്നതാണ് കറക്റ്റ്. അടുത്ത നോക്കിയേ. ദേ ഹാസ് ബീൻ ഹിയർ, ദേയുടെ കൂടെ ഹാസ് വരുമോ? ഇല്ല, ദേയുടെ കൂടെ ഹാവ്. ഐ ഹാഡ് ബീൻ ഗോ ടു സ്കൂൾ എന്ന് പറയുമോ? നോ, ഐ ഹാഡ് ബീൻ ഗോയിങ് ടു സ്കൂൾ എന്നാണ് വരാം. ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഹാഡ് ബീൻ എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുമ്പോൾ അവിടെ കണ്ടോ, അത് കഴിഞ്ഞിട്ട് ING ഫോമാണ് വന്നിരിക്കുന്നത്. ഷീ ഹാഡ് ബീൻ ക്രൈയിങ്, വി ഹാഡ് ബീൻ വെയിറ്റിംഗ്, ഐ ഹാഡ് ബീൻ ഫീലിംഗ്. കണ്ടോ, അങ്ങനെയാണ് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കേ. നമുക്കിവിടെ ഒരു ക്വിസ് ഉണ്ട്, നിങ്ങളതിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഐ ഡാഷ് വെയിറ്റിംഗ് ഫോർ യു. അവിടെ എന്ത് വരും? ഐയുടെ കൂടെ ഏതാ ഉപയോഗിക്കേണ്ടതെന്ന് നമ്മൾ പഠിച്ചത്? ഐ, യു, വിയുടെ കൂടെ ഏതാണ് ഉപയോഗിക്കേണ്ടത് എന്നോർക്കണം. ദേ ഡാഷ് വാച്ചിങ് ദ മൂവി ബിഫോർ ഐ അറൈവ്ഡ്. അവിടെ 2 കാര്യങ്ങൾ പാസ്റ്റിൽ സംഭവിച്ചിട്ടുണ്ട്. സോ അവിടെ ഏതാ ഉപയോഗിക്കേണ്ടത്? ദേയുടെ കൂടെ ഏതാ ഉപയോഗിക്കേണ്ടതെന്ന് ഓർക്കാം. നെക്സ്റ്റ്, ഷീ ഡാഷ് വർക്കിംഗ് ഹാർഡ് ലേറ്റ്ലി. അവൾ എന്താണ്, ലേറ്റ്ലി അവൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അവിടെ ഷീയുടെ കൂടെ ഉപയോഗിക്കാവുന്നത് ഏതാണെന്ന് പറയണം. ഓക്കെ, അവിടെ പിന്നെ 2 പാസ്റ്റ് ടെൻസ് വന്നിട്ടുണ്ടോ? ഇല്ല. 2 പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ കണ്ടോ, V2 ഫോം അവിടെ വേണം. ആ സെൻറ്റൻസിൻ്റെ അവസാനം V2 ഫോം വേണം. ഓക്കെ, അത് ശ്രദ്ധിക്കാം. സോ ഇത്രയാണ് നമ്മൾക്ക് ഹാവ് ബീൻ, ഹാസ് ബീൻ, ഹാഡ് ബീനിൽ നോക്കേണ്ടതായിട്ട് ഉള്ളൂ. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംശയങ്ങൾ വരും, ഉറപ്പായിട്ട് സംശയങ്ങൾ വരും. അതെന്ത് ചെയ്യണം? കൊമൻറ്റിലിടണം. അപ്പോൾ ഞാനതിൻ്റെ മറുപടി നിങ്ങൾക്ക് തരുന്നതാണ് കേട്ടോ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.